മിക്സ് ചെയ്ത് വിടുന്നത്. 20 ദിവസം കൂടുമ്പോൾ ലിക്വിഡ് ഫെർട്ടിഗേഷനായിട്ട് ആൾ-90 അതുപോലുള്ള വളം ചെയ്തിട്ടാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇൻ്റർക്രോപ്പ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. വഴുതിരം വെച്ചിട്ടുണ്ട്. ഇതിൽ വഴുതിരം വന്നിട്ട് മെയിൻ ക്രോപ്പാണ്. അതിൻ്റെ ഒരു ഇടവേളയായിട്ടാണ് നമ്മൾ ഉള്ളി ചെയ്തിട്ടുള്ളത്. വഴുതിരന് ഒരു 8-9 മാസത്തെ ക്രോപ്പാണ്. പക്ഷേ ഉള്ളി വന്നിട്ട് ഒരു 100 ദിവസത്തെ ക്രോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇടവേളയായിട്ട് ഉള്ളി ചെയ്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഒരു തക്കാളി തോട്ടത്തിലാണ്. നാമധാരി വെറൈറ്റി ഒരു ഏക്കറിൽ ഏകദേശം ഒരു 35 ടൺ വരെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ക്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. 2 മാസത്തിൽ 20 ടണ്ണോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 15 ടണ്ണോളം കിട്ടും. കാലാവധി വന്നിട്ട് ഈ ക്രോപ്പിൻ്റെ 3 മാസം കാലാവധിയാണ്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് 1 മാസം കൂടി ഇനി ഈൽഡെടുക്കാൻ പറ്റും. ഇത് പെരുമാട്ടിയിലെ സി നല്ലസ്വാമിയുടെ കൃഷിയിടം. പാവലാണ് പ്രധാന കൃഷി. ജൈവവളപ്രയോഗം, ഫെർട്ടിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ എന്നിവയാണ് സവിശേഷതകൾ. കായീച്ചകളെ നശിപ്പിക്കുന്നതിന് കെണികൾ ഒരുക്കിയിരിക്കുന്നു. പുൽകൃഷിയും ഇവിടെയുണ്ട്. ഇതുകൂടാതെ ആട്, പശു, കോഴി ഒക്കെയുമായി നല്ലസ്വാമി. ഇത് ശെൽവകുമാറിന്റെ പയർ കൃഷിത്തോട്ടം. 85 സെന്റ് ഭൂമിയിൽ പയർ കൃഷി ചെയ്തിരിക്കുന്നു. VNR ഗ്രീൻ കുറ്റിപ്പയറിൽ നിന്നും ഏക്കറിന് 10 ടൺ ശരാശരി വിളവ്. കുടുംബാംഗങ്ങളും കൃഷിയിൽ പങ്കാളികൾ. എരുത്തിയാമ്പതി കൃഷിഭവനിലെ മൈക്കിൾ സ്വാമിയുടെ കൃഷിഭൂമിയിൽ പീച്ചിങ്ങ, പാവൽ, പടവലം എന്നിവയാണ് സമൃദ്ധമായി വിളയുന്നത്. பீச்சிங்க போட்டிருக்குது. 20 சென்ட் இடம். சோரட்டு ரகம் இப்போ ஒரு 500 கிலோ எடுத்து இருக்குது. இனி ஒரு 2000 கிலோ எதிர்பார்க்குது. இப்போத்த ரேட்டு 15 ரூபாய்க்கு போயிட்டுருக்கு. இனி கூடுறதுக்கு தான் சான்ஸ் உண்டும், குறையாது. பந்தல் நேரத்துலேயே போட்டிருந்தது. இந்த கம்பி பந்தலெல்லாம் ஆல்ரெடி இந்த ட்ரிப்பு எல்லாம் இருந்ததுனால இப்போ மேற்கொண்டு விதையும் மருந்து, சாணி, மண் இதுக்கெல்லாம் சேர்ந்துட்டு ஒரு 10,000 ரூபா செலவாச்சு. இனி எனக்கு இதில் ஒரு 2000 கிலோ காய் எடுக்கிறதுக்கு முடியும். மார்க்கெட்டு கூடுறதுக்கு தான் சான்ஸ் உண்டு. ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ എന്നിവ ഇവിടെയും അവലംബിച്ചിരിക്കുന്നു. ഇത് ശിവകാമിയുടെ 1 ഏക്കർ 61 സെന്റ് കൃഷിത്തോട്ടം. തക്കാളി, കത്തിരി, തെങ്ങ്, പുല്ല് എല്ലാം ചേർന്ന സംയോജിത കൃഷിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സംയോജിത കൃഷിക്കുള്ള ബ്ലോക്ക് ലെവൽ ആത്മ പ്ലസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എരുത്തിയാമ്പതി ഫീൽഡ് അസിസ്റ്റന്റ് കെ സെബാസ്റ്റ്യനും കൃഷി അസിസ്റ്റന്റ് ശക്തിപ്രിയയുമാണ് തണ്ടുപുഴു, കായ്പുഴു എന്നിവയെ നിയന്ത്രിക്കുന്നതിന് ഫെറമോൺ ട്രാപ്പ് ഉപയോഗിക്കുന്ന രീതി പരിശീലിപ്പിക്കുന്നത്. വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ എരുത്തിയാമ്പതി കൃഷികൾ ഇന്നോവേറ്റീവ് ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശിവകാമി എന്ന് പറയുന്ന സ്ത്രീൻ്റെ പ്ലോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇദ്ദേഹം ഇവിടെ ബ്രിഞ്ചാൽ വെറൈറ്റിയാണ് ചെയ്യുന്നത്. VNR പറഞ്ഞ ഒരു ഹൈബ്രിഡ് ഇനം വെറൈറ്റിയാണ് ഇതാക്കി വരുന്നത്, ചെയ്തു തരുന്നത്. ഇതിൽ എരുത്തിയാമ്പതി കൃഷി എന്ന ഭാഗത്തിൽ കുറേ സപ്പോർട്ടിൽ അവർക്ക് കൊടുക്കാറുണ്ട് നമ്മൾ. അതിനൊപ്പമായിട്ട് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ബ്രിഞ്ചാലിൽ ഉള്ള പെസ്റ്റാണ് ഷൂട്ടൺ ഫുഡ് ബോറർ. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളിവർക്ക് ഫെറമോൺ ട്രാപ്പ് ആപ്ലിക്കേഷനാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. തണ്ടുപ്പുളുവും കായ്പുളുവുമാണ് ഏറ്റവും കൂടുതലായിട്ട് വഴുതന കൃഷിയിൽ ദോഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കീടനാശം ഒന്നും അടിക്കാണ്ട് തന്നെ എങ്ങനെ വെക്കണം എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ഈ സാധനത്തിൽ നമ്മൾ ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആൺ ഈച്ചകളെല്ലാം കൂടി കൂടുതലായിട്ട് വന്ന് ഇതിൽ പടുമ്പോൾ നമ്മൾ യാതൊരു കീടനാശിനും അടിക്കാണ്ട് തന്നെ പ്ലാന്റ് വളർന്ന് അനുസരിച്ച് വയ്ക്കുമ്പോൾ ഒരു കെമിക്കൽ അടിക്കണ്ട.
ഇത് നമ്മൾ പ്ലാന്റ് വച്ചത് ശേഷം ഒരു 8 ദിവസം ആകുമ്പോഴേക്കാണ് ഈ ഈച്ച വന്നിട്ട് അതിൽ മുട്ട ഉള്ളിൽ ഇഞ്ചക്ഷൻ. അപ്പം മുട്ട ഉള്ളിൽ വയ്ക്കുമ്പോൾ അത് ഫസ്റ്റ് തണ്ടിൽ തളപ്പിലേക്കാണ് മുട്ട വയ്ക്കുന്നത്. അപ്പോൾ ഈ പുഴു ഉണ്ടാകുമ്പോൾ അത് വാടിപ്പോകാൻ ചെയ്യുന്നത്. എന്നിട്ട് ശേഷം അത് അങ്ങനെ വലുതാകുമ്പോഴേക്കാണ് കായ് ഉണ്ടാകുമ്പോൾ കായിലും പോയി സാധനം മുട്ട വെച്ച് കായിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കാതെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും കായിൽ മൊത്തം ഇല്ലാണ്ടാകുന്ന സംഭവം സംഭവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ സാധനം വയ്ക്കുന്നത്. ഇതിങ്ങനെ ഉള്ളിൽ ഉണ്ടാക്കിയ ശേഷം ഈ സാധനം ഇങ്ങനെ ഒരു കുച്ചി വെച്ചുകൊണ്ട് ഈ സാധനം ഇഞ്ചക്ട് ചെയ്യുക ഇതിനുള്ളിൽ. ഈ തുമ്പ് ഇതിന് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എണ്ണ, വേപ്പെണ്ണയോ കൊട്ടെണ്ണയോ വെളിച്ചെണ്ണയോ ഏതോ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധനം ഉള്ളിൽ മുങ്ങാൻ പാടില്ല, വെള്ളത്തിനുള്ളിൽ മുങ്ങാൻ പാടില്ല, മുങ്ങാത്ത രീതിയിൽ ഒഴിക്കുന്നു. ശളം വന്നിട്ട് ഇതിന് ചുറ്റി വരും. എന്നിട്ട് ശളം ഉള്ളിലേക്ക് വീഴും. ഇതിൻ്റെ ഒരു കെമിക്കൽ അതിന് അട്രാക്ഷൻ ആക്കിയിട്ട് ഉള്ളിലേക്ക് തള്ളും. കെമിക്കൽ ഒരിക്കലും അടിക്കാണ്ട് തന്നെ നമുക്ക് ജൈവ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. ഹൈബ്രിഡ് കുറ്റിപ്പയർ, അമര, തക്കാളി എന്നിവയാണ് എരുത്യാമ്പതി കൃഷിഭവൻ പരിധിയിലുള്ള പോൾ ക്രൂസ് 25 സെന്റ് കൃഷിഭൂമിയിൽ കൃഷിയിറക്കിയിരിക്കുന്നത്. കുടുംബസമേതമാണ് ഇദ്ദേഹത്തിന്റെയും കൃഷി. സ്റ്റിക്കി കാർഡുകൾ കെണികളാക്കിയിരിക്കുന്നു. മുഞ്ഞ, ഇലപ്പേൻ തുടങ്ങിയവ നീല കാർഡുകളിലും വെള്ളീച്ച, ചിത്രകീടം എന്നിവ മഞ്ഞ കാർഡുകളിലും ആകർഷിക്കപ്പെട്ട് കുടുങ്ങുന്നു. സ്യൂഡോമോണാസ് സ്പ്രേ, ഫെറ്റിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെറമോൺ ട്രാപ്പ്, സ്റ്റിക്കി കാർഡ്, മൈക്രോന്യൂട്രിയൻ സ്പ്രേ, മൾച്ചിങ്ങിന് പോളിത്തീൻ ഷീറ്റ് ഉപയോഗം തുടങ്ങിയ ശാസ്ത്രീയ രീതികളാൽ മേന്മയേറിയ പച്ചക്കറികളുടെ വർദ്ധിച്ച വിളവിന് ഇവിടെ വഴിയൊരുക്കുന്നു. സംസ്ഥാനത്തിനാവശ്യമായ പച്ചക്കറികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ വിപണനം സാധ്യമാക്കുന്നു സമഗ്ര പച്ചക്കറി വികസന പദ്ധതികൾ. കർഷകന് സാമ്പത്തിക നേട്ടവും വിദ്യാർത്ഥികൾക്ക് സ്വാശ്രയത്വവും മാനസിക ഉന്മേഷവും പ്രകൃതിയോടുള്ള ഇണക്കവും കേരളീയന് പച്ചക്കറി ലഭ്യതയിൽ സ്വയം പര്യാപ്തതയും പകർന്നുകൊണ്ട് കൃഷി വകുപ്പിന്റെ ഈ സംരംഭം ഇന്ത്യക്കാകമാനം ഒരു കാർഷിക കർമ്മ പ്രേരണയാകട്ടെ.